2025 ഫെബ്രുവരി മാസത്തിൽ തൊഴിൽ വാർത്തയിൽ വന്ന കറന്റ് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സംഭാവനയ്ക്കുള്ള 2024 നിയമസഭാ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം എം. മുകുന്ദൻ. നിയമസഭയുടെ അന്താരാഷ്ട്ര പുരസ്കാരോത്സവത്തിന്റെ ഭാഗമായാണ് 1 ലക്ഷം രൂപയുടെ പുരസ്കാരം നൽകിയത്. 2023 പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. ഓസ്ട്രേലിയയുടെ ദേശീയ നിധിയായി പരിഗണിക്കപ്പെട്ട കാർട്ടൂണിസ്റ്റ് ഡിസംബർ 19 അന്തരിച്ചു. പേര്? ഉത്തരം മൈക്കൽ ലൂണിംഗ്. 1969 മുതൽ 55 വർഷം ഏജ് പത്രത്തിനായി അദ്ദേഹം കാർട്ടൂണുകൾ വരച്ചിരുന്നു. ഓസ്ട്രേലിയൻ സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1999 രാജ്യം ലൂണിങ്ങിനെ ജീവിച്ചിരിക്കുന്ന ദേശീയ നിധിയായി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂഡൽഹിയിൽ പുതുതായി നിർമ്മിക്കുന്ന ദേശീയ മ്യൂസിയത്തിന്റെ പേരെന്ത്? ഉത്തരം യുഗയുഗീൻ ഭാരത്. 950 മുറികളുള്ള മ്യൂസിയത്തിൽ ഇന്ത്യയുടെ 5000 വർഷത്തെ ചരിത്രം വിശദമാക്കുന്ന വസ്തുക്കൾ പ്രദർശിപ്പിക്കും. ജൻപത്തിൽ നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ടായിരിക്കും ഇത് നിലവിൽ വരിക. ഫ്രാൻസിന്റെ സഹകരണത്തോടെയാണ് മ്യൂസിയം നിർമ്മിക്കുന്നത്. അടുത്തിടെ അന്തരിച്ച ഓം പ്രകാശ് ചൗട്ടാല ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്നു? ഉത്തരം ഹരിയാന. ഏത് രാജ്യത്തെ പ്രസിഡന്റിനെയാണ് അടുത്തിടെ പാർലമെന്റ് ഇംപീച്ച് ചെയ്തത്? ഉത്തരം ദക്ഷിണ കൊറിയ. വിവാദ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് യൂൻ സുക് യോളിനെ ഇംപീച്ച് ചെയ്തത്. പ്രധാനമന്ത്രിയായിരുന്ന ഹാൻഡെക് സു ഇടക്കാല പ്രസിഡന്റായി അധികാരമേറ്റു. എത്രാമത് ശിവഗിരി തീർത്ഥാടനമാണ് 2024 ഡിസംബർ 15 തുടങ്ങി 2025 ജനുവരി 5 അവസാനിച്ചത്? ഉത്തരം 92. ഡിസംബർ 30, 31, ജനുവരി 1 എന്നിവയായിരുന്നു പ്രധാന ദിവസങ്ങൾ. ജോർജിയയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ മുൻ ഫുട്ബോൾ താരം? ഉത്തരം മിഖായേൽ കവേലാഷ്വില്ലി. പ്രപഞ്ചത്തിന്റെ പ്രായത്തേക്കാളധികം വർഷം കൊണ്ട് തീർക്കേണ്ട ജോലി 5 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന കമ്പ്യൂട്ടർ ചിപ്പ് ഗൂഗിൾ വികസിപ്പിച്ചു. പേര്? ഉത്തരം വില്ലോ. 4 ചതുരശ്ര